ആംബിയസ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ ആണിത് ആംബിയസ് ലോ. ബയോസാവേഴ്സ് ലോനെ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ദൗത്യം. ഇത് മെയിൻ സിമിലാരിറ്റി വരിക ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോനോട് സിമിലാരിറ്റി വരും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കി നോക്കാം. എൻ്റെ കയ്യിലുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ്, അത് തന്നെ എൻ്റെ കയ്യിലുള്ള ക്ലോസ്ഡ് ലൂപ്പിൽ എത്രമാത്രം കറണ്ടാണോ ക്യാരി ചെയ്യുന്നത് ആ കറണ്ടുകളുടെ ടോട്ടൽ സമ്മാണ് നമ്മൾ എന്തിൽ എഴുതുന്നത്, ആംബിയസ് സർക്യൂട്ട് ലോയിൽ എഴുതുന്നത്. അപ്പോൾ കറണ്ട് എത്രമാത്രം എൻക്ലോസ് ചെയ്യുന്നു അതിൻ്റെ തുകയാണ് നമ്മൾ എന്ത് ആംബിയസ് ലോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് എന്ത്, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്, മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്. അപ്പോൾ ഐ എൻക്ലോസ്ഡ് പറഞ്ഞാൽ ഇതിൽ എത്രമാത്രം ഐ എൻക്ലോസ് ചെയ്തിരിക്കും, I1, അതേതാ I1, I2, I3 ഈ 3 കറണ്ടുകളാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ടോട്ടൽ തുകയാണ് എന്ത് ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ തുക I1 പ്ലസ് I2 പ്ലസ് I3. ബട്ട് ഇത് നമ്മൾ എഴുതുന്ന രീതിക്കും കൂടി ഇനി നമുക്ക് ഓരോന്ന് നോക്കണം, ഇതിൻ്റെ എങ്ങനെയാണ് എൻക്ലോസ് ചെയ്യണേ. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ നോക്കാം. കറണ്ട് മൂവ് ചെയ്യുന്നത് I1ലും I3ലും അപ്പിലേക്കാണ് മൂവ് ചെയ്യുന്നത്, I2ൽ അതെന്താ ഡൗൺ ആണ് മൂവ് ചെയ്യുന്നത്, ഡൗണിലേക്കാണ്. ആ ഫിഗർ നമ്മുടെ മൈൻഡിലുണ്ടാകും. എന്നിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ്, I1ഉം I2 മുകളിലേക്കായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതെന്താ ഔട്ട് ഓഫ് ദി ഫേസ് ആണ് അല്ലേ, ഔട്ടാണ് കിടക്കുന്നത്, പുറത്തേക്കാണ് പോയിരിക്കുന്നത്. I2 എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇൻ ടു ദി ഫേസ് ആണ് ആര് കിടക്കുന്നത്, I2 കിടക്കുന്നത്. അപ്പോൾ I2 ഇവിടെ കിടക്കുന്നുണ്ട്, I1ഉം I3യും ഔട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൂടെ എന്ത് പോകുന്നുണ്ട്, കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട്. അപ്പോൾ ഇവിടുത്തെ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഔട്ടാണ് കിടക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. പുറത്താണെങ്കിൽ, അതായത് ഒരു ലൂപ്പ് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കറണ്ട് പുറത്തേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവായിട്ടും, ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ നെഗറ്റീവായിട്ടാണ് എടുക്കുക, നേരെ തിരിച്ച്. അപ്പോൾ ഔട്ടാകുന്ന സമയത്ത് അതായത് I1 മൈനസ് I2 പ്ലസ് I3, അതായത് I1ഉം I3യും പോസിറ്റീവ് ഡയറക്ഷനിലും I3 എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പോൾ ഇൻ ടു ദി പ്ലെയിനും ഔട്ട് ഓഫ് ദി പ്ലെയിനും എങ്ങോട്ടാന്ന് മാത്രം നോക്കിയാൽ. ഇൻ ടു പറഞ്ഞാൽ പോസിറ്റീവാണ്, അല്ല ഔട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനാണ് കറണ്ടിൻ്റെ മൂവ് ചെയ്യുന്നത്. ഈ ഒരു സാധനം മാത്രം നോക്കിയിട്ടാണ് പിന്നെ ഐ എൻക്ലോസ്ഡ് നമ്മൾ എഴുതുന്ന രീതി കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം മോണോപോൾ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ കറണ്ട് ഡെൻസിറ്റിയുടെ രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതാം, കോസ് ഡൈവർജൻസ് തിയറം പ്രകാരം ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ജെ എന്ന് എഴുതാൻ പറ്റും. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറണ്ട് ഡെൻസിറ്റി ആണ് അല്ലേ, കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഐ ബൈ ഡി എ. ഏരിയ, ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന യൂണിറ്റ് കറണ്ടാണ് കറണ്ട് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ എഴുതാറ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഗോസസ് ലോൻ്റെ ഈ ആംബിയസ് ഗോസസ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ ഒരു മാക്സ്വെൽ ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ സീറോ ജെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കി നോക്കാം. സോളിനോയിഡ് ആണ് ആദ്യത്തെ. എന്താണ് സോളിനോയിഡ്? സോളിനോയിഡിൻ്റെ ഫിഗർ കണ്ടു. ഒരു ലോങ് കണ്ടക്ടറാണ്, അതിലേക്ക് ഒരുപാട് റിങ്ങുകളെ വെച്ചിരിക്കുകയാണ്, ഒരു പിച്ച് പോലെ. അതൊരു നമ്മുടെ ഒരു സ്പ്രിങ്ങിനെ ഇറക്കി വെച്ച പോലെയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് ആണ് അവർ ചെയ്യുന്നത്. അതിലെന്താ വെച്ചാൽ സോളിനോയിഡ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. എവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്, എവിടെ ഔട്ട് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് സൈഡിൽ എന്തായിരിക്കും 0 ആയിരിക്കും. ആകെ ഉള്ളത് ഇൻസൈഡിൽ മാത്രമാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മ്യൂ സീറോ എൻ ഐ. ഇൻസൈഡിൽ മാത്രമാണ് അതിൻ്റെ പ്രസൻസ് ഉള്ളത്, മ്യൂ സീറോ എൻ ഐ. ഇനി സപ്പോസ് ഇതിൽ n ടേംസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഇതിലിപ്പോൾ ഒന്നിലധികം ടേംസുകൾ ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഈ സ്മോൾ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്. അപ്പോൾ സ്മോൾ n വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ N/L എന്നും കൂടി എഴുതാം. ഓക്കെ, ഇൻസൈഡിൽ മാത്രമേ ഉള്ളൂ, ഔട്ട് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ് സോളിനോയിഡിൻ്റെ. ഓർത്ത് വെക്കേണ്ട 2 പോയിന്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഡെറിവേഷൻസിൻ്റെ ആവശ്യകത ഇല്ല, നമുക്ക് എന്താ വെച്ചാൽ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അടുത്തത് ടൊറോയിഡ്. എന്താ ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ ഈ സോളിനോയിഡിനെ ഒരു റിങ്ങിനെ കണക്ട് ചെയ്ത് 2 എൻഡിനെയും നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി ഒരു ടൊറോയിഡ് ആയിട്ട് മാറി.
ഇതേപോലെ തന്നെ ടൊറോയിഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻസൈഡ് സോളിനോയിഡ് ഉണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കില്ല. ഔട്ട്സൈഡും നമുക്ക് എന്തുണ്ടാവില്ല, ഫീൽഡ് ഉണ്ടാവില്ല. ഇൻസൈഡും 0 ആണ്, ഔട്ട്സൈഡും 0 ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ്, അതായത് ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഇടയിലാണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടോളിനോയിഡും സൊറോയിഡിൻ്റെ ഒക്കെ വരാത്തുള്ളത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഹൗ ക്വിക്ക്ലി ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് സ്ട്രെങ്ത്? Second, the amount of magnetic field passing through a surface. The amount of magnetic field that change as an object moves through a field. The rate of change in a magnetic field. ഇവരെന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം, ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടെ എത്രമാത്രം ഫീൽഡുകൾ കടന്നു പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നു, അതിൻ്റെ ടോട്ടൽ തുകയാണ് ഫ്ലക്സ് എന്ന് പറയുക. അതായത് എങ്ങനെ ഇക്വേഷൻ ചെയ്താറ്? ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണെന്ന് ചോദിക്കുന്നത്. ഹൗ ക്വിക്ക്ലി ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ടു സ്ട്രെങ്ത്. ഓസിലേഷൻ്റെ സമയം അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾ, അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഹൗ ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് ത്രൂ എ സർഫസ്, അത് കറക്റ്റാണ്. എത്രമാത്രം ഫീൽഡാണ് ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്യുന്നത് അതിൻ്റെ നോക്കാറുണ്ട്. ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ചേഞ്ച് ഹാസ് ആൻ ഒബ്ജക്റ്റ് മൂവ് ത്രൂ എ ഫീൽഡ്, അത് നോക്കുന്നില്ലല്ലോ. ഓരോ ഫീൽഡ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫീൽഡിലുള്ളത് നമ്മൾ എടുക്കാറില്ല, അപ്പോൾ അത് തെറ്റാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അല്ല. ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് കൂടെ എത്ര ഫീൽഡുകൾ കടന്നു പോകുന്നു അതിൻ്റെ ടോട്ടൽ തുകയാണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഇൻഡക്ഷനിലേക്കൊക്കെ പോകേണ്ടി വരും, അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 3 infinitely long conductor carrying current I1, I2 and I3 lies perpendicular to the plane of paper show in the figure. The value of integral B dot dl for the loop C1, C2, C3 are 2 mu 0, 4 mu 0 and mu 0 in the unit of n by a respectively then. അതായത് ഇതാണ് ഒരു ലൂപ്പ് അവർ തന്നിരിക്കുന്നത്. 3 ലൂപ്പുകളുണ്ട്, C1, C2, C3. അതിലെന്താ പ്രത്യേകത വെച്ചാൽ 3 കറണ്ടുകളുണ്ട്, I1, I2, I3. അവരൊക്കെ എന്താണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അതാണ് ഈ ഡോട്ട് എത്തിയിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ക്ലോസർ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, അതായത് ക്ലോസർ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു C1, C2, C3 വാല്യൂ തന്നിട്ടുണ്ട്, 2 mu 0, 4 mu 0, mu 0. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് വാല്യൂസുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ C1 ഈസ് ഈക്വൽ ടു 2 mu 0 എന്നാണ് ആദ്യം തന്നിരിക്കുന്നത്, അല്ലേ? അടുത്തത് 4 mu 0. ഇൻ്റഗ്രൽ C1 ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 4 mu 0. ഇൻ്റഗ്രൽ C3 ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0. ഒരു മിനിറ്റ്, mu 0. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ. ഇത്രയും ഡാറ്റ അവർ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഫിഗർ നോക്കാം. അപ്പോൾ ഫിഗർ എങ്ങനെയാണ്? ഫ്രം ഫിഗറിൽ നിന്നുള്ള ഡാറ്റ. ഇൻ്റഗ്രൽ ആദ്യത്തെ C1 ലൂപ്പിൽ എന്തൊക്കെ ഉണ്ട്? 2 കറണ്ടാണ്, I1ഉം I2. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ C1 ഈസ് ഈക്വൽ ടു mu 0 I1 പ്ലസ് I2. ഇനി C2ൽ നോക്കാം. C2ൽ I3ഉം I2. ഇൻ്റഗ്രൽ C2ൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I2ഉം I3. അടുത്തത് ഇൻ്റഗ്രൽ C3ൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0. എത്ര കറണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്? സിയിൽ എല്ലാവരും വരും, അല്ലേ? I1 വരും, I2 വരും, I3 വരും. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ഓപ്ഷൻ നോക്കി നോക്കാം. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് I1 ഈക്വൽ ടു 3 ആംപിയർ ഇൻ ടു ദി പേജ്, I2 ഈക്വൽ ടു 5 ആംപിയർ ഔട്ട് ഓഫ് ദി പേജ്, I3 ഈക്വൽ ടു 0, I3 ഈക്വൽ ടു 1 ആംപിയർ ഔട്ട് ഓഫ് ദി പേജ്. ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കണേ വെച്ചാൽ ഓരോരോ കറണ്ട് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഇതിലുള്ള I1, I2, I3 കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഇൻ ടു ദി പേജ് ആണോ ഔട്ട് ഓഫ് ദി പേജ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഇവരേനൊക്കെ നമുക്ക് ഒന്ന് എഴുതാം, നോക്കാം. I1നും I2നും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ 2 എന്നാണ് തന്നിരിക്കുന്നത്. ചോദ്യത്തിൽ 2 എന്നാണ് തന്നിരിക്കുന്നത്, ഫിഗറിൽ I1നും I2നും പകരം 2. അപ്പോൾ എൻ്റെ ഇക്വേഷൻ I1 പ്ലസ് I2 ഈക്വൽ ടു 2, I2 പ്ലസ് I3 4.
I1 I2 I3നെ 1ഉം I1 I2 1. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് I1 I2 ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I1 to I2 എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ I3 = 1 - 2 = -1 ആംപിയർ. I3 -1 ആംപിയർ കിട്ടി. ഇനി I2നെ നോക്കാം. അപ്പോൾ I3 എന്ത് കിട്ടിയിട്ടുണ്ട്? -1 ആംപിയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ I2 = 4 - I3, അതായത് 5 ആംപിയർ. പിന്നെ I1 നോക്കാം. I2 എന്താ 5 ആംപിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 - I2 അല്ല 2 - I2 എന്താ 5 ആംപിയർ ആയിരുന്നു. അപ്പോൾ 2 - 5 -3 ആംപിയർ. അപ്പോൾ തന്ന ആളുകളതിനൊക്കെ നമുക്കൊന്ന് ഇങ്ങോട്ട് എഴുതാം. തന്ന ആളുകളൊക്കെ എന്താ? I1 എന്താ കിട്ടിയത് നമുക്ക്? -3 ആംപിയർ. I2 എന്തായിരുന്നു? 5 ആംപിയർ. I3 -1. ഓക്കെ. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. I1 = -3 ആംപിയർ, I2 = 5 ആംപിയർ, I3 = -1 ആംപിയർ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? I1 എന്ത്? -3 ആംപിയർ തന്നിട്ടുണ്ട്, I2 5 ആംപിയർ തന്നിട്ടുണ്ട്, I3 -1 ആംപിയർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്ഷനിൽ I1 3 ആംപിയർ തന്നിട്ടുണ്ട്, I2 5 ആംപിയർ തന്നിട്ടുണ്ട്. ഇതിൽ ഇത്തിരി ഇല്ലാത്തത് I3 0 ആണ്. അപ്പോൾ നമുക്കത് അപ്പം തന്നെ കളയാം. I3 1 ആംപിയർ. ബാക്കിയൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഒരു MSQ ആവുമ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതിനനുസരിച്ചിട്ട് ഇനി പോകണം ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഔട്ട് ഓഫ് ദി പേജ് ആണെങ്കിൽ, അതായത് ഔട്ട് ഓഫ് ദി പേജ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്നും ഇൻ ടു ദി പേജ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. ആ ഒരു മാനദണ്ഡത്തിൽ കറക്റ്റാണ്. -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഇൻ ടു ദി പേജാണ്. അപ്പോൾ അത് കറക്റ്റാണ്. +5 അപ്പോൾ അതെന്താ? ഔട്ട് ഓഫ് ദി പേജാണ്. അതും കറക്റ്റാണ്. I3 = -1 അത് ഔട്ട് ഓഫ് ദി പേജ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ എയും ബി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മളെന്താ? കറണ്ട് ഔട്ട് ഓഫ് ദി പേജ് ആണോ ഇൻ ടു ദി പേജ് ആണോ, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിഞ്ഞാൽ മതി. ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്താ? ഇൻ ടു ദി പേജ് ഔട്ട് ഓഫ് ദി പേജ് വേഗം ക്ലിക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിയ വാല്യൂസുകളെല്ലാം സെയിം ആണ്. പക്ഷേ അതിലുള്ളൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഏത് ഡയറക്ഷനിലാണ്, കറണ്ട് ഏത് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കറണ്ട് ഇൻ ടു ദി പേജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇൻ ടു ദി പേജിലേക്കാണ് പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി പേജിലേക്കാണ് പുറത്തേക്ക് നിൽക്കുന്നത്. അതായത് പാരലൽ ആയിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇത്ര ആംപിയർ ആണ് മൂവ്, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കറങ്ങുന്നത്? അപ്പോഴാണ് നമ്മൾ പറയുക കറണ്ട് ഇങ്ങോട്ട് മുകളിലേക്കാണോ താഴത്തേക്കാണോ നമ്മൾ പറയുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പോൾ നമ്മളുടെ എന്താ വെച്ചാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് കാണാറുണ്ട്. ഓക്കെ.